ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. സോ രാവിലെ തന്നെ എണീച്ചിട്ട് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ കടന്ന ആ ഒരു ബെഡൊക്കെ വൃത്തിയാക്കും കേട്ടോ. അപ്പം ഇത് ഒരു നല്ല ഹാബിറ്റിൽ പെട്ടതാണ്. സോ എവ്രി വൺ നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് ഇതൊക്കെ കഴിഞ്ഞ അവിടെ തന്നെ താഴെ പോയിട്ട് ചായ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കോഫി ലവർ ആയിക്കൊണ്ട് ഒരു കോഫി ആട്ടോ കുടിച്ചത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കോഫിയിൽ ഞാൻ ഈ ഒരു മന്തായിട്ട് ഭയങ്കര അഡിക്റ്റാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് ഫ്ലേവർ ഉണ്ട്, ബട്ട് എനിക്ക് എല്ലാ ഫ്ലേവറും ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിനപ്പുറം തിന്നത് ന്യൂട്ടലും ബ്രെഡാണ്. സോ ദ ലാസ്റ്റ് ബൈറ്റ് ഓഫ് ന്യൂട്രല ഈസ് ഹിറ്റ് ഡിഫറൻസ് ബിക്കോസ് അത്രക്കും ടേസ്റ്റ് ആട്ടോ. ബിക്കോസ് ഞാനിങ്ങനെയാണ് തിന്നുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറം ആക്കിക്കോട്ടോ. കൂടുതലാണെന്നുകൊണ്ട് ഞാൻ ആക്കിയിട്ടില്ല. പിന്നെ ഉപ്പും മുളകൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇതാക്കിയതിന് ശേഷം കുറച്ച് ജേർണലിങ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല കേട്ടോ ജേർണലിങ്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇല്ലാത്തീരാണ് നമുക്ക് ഒരുപാട് ഐഡിയ വരുത്ത്. സാധനം ഉള്ളവരൊന്നും നമ്മുടെ മനസ്സിൽ ഒന്നും ഒതുക്കൂല കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു മൂഡ് വന്നിട്ട് ചെയ്തതാണ്. അപ്പം പെട്ടെന്ന് ആ മൂഡ് പോകുന്നതിന് മുമ്പ് തന്നെ നാം പെട്ടെന്ന് നമ്മൾ പേപ്പറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പേപ്പർ മുറിക്കുന്നത് വരെ ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ്. ഇതെങ്ങനെയാണ് ലാസ്റ്റ് റിസൾട്ട് എന്ന് എനിക്ക് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഞാൻ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് ഒട്ടിച്ചു കേട്ടോ. പിന്നെ ഒരു ബട്ടർഫ്ലൈ വിൻഡേജ് തീം പോലെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കുറച്ച് കോട്ടൊക്കെ എടുത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടോ. പിന്നെ ഇത് എൻ്റെ പുതിയൊരു പെന്നാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നല്ലൊരു ഹാൻഡ് റൈറ്റിങ്ങിൽ ഞാൻ ഇതാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ജേർണലിങ് ബുക്ക് കളക്ഷൻസ്. ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ കാണിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിൽ പകുതി മുക്കാലും കുറച്ച് വാങ്ങിയതും കുറച്ച് ഞാൻ ഹാൻഡ് മെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഹാൻഡ് മെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കിയതിന് ഭയങ്കര സ്പെഷ്യലാട്ടോ. അത് മീൻസ് നമ്മളൊരു പ്രൗഡാണ്. ഓക്കെ. പിന്നെ ഫ്ലിപ്പ് ത്രൂ നമുക്ക് ഇത് 2025 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നടന്നില്ല. എല്ലാം അങ്ങനെ നടക്കണം എന്നില്ലല്ലോ. പിന്നെ ക്ലീനിങ്ങിലോട്ട് കടന്നു. സോ ഈ ജേർണലൊക്കെ ചെയ്താൽ നമ്മൾ ഏറ്റവും കൂടുതലും അടുപ്പിടിക്കുന്ന ഒരു കാര്യമാണ് ക്ലീനിങ്. ബട്ട് ഇൻ മൈ സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ റൂമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. സോ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക്. സോ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് 3 മന്ത് അറൗണ്ട് 3 മന്ത് അങ്ങനെ ആയിട്ടുണ്ട്. സോ ഇത് വാങ്ങിയാൽ ഞാൻ വിചാരിച്ചിട്ടില്ലേനു ഇത്ര ടൈം എടുക്കുമെന്ന്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ പോയിക്കൊണ്ടൊരു ട്രെൻഡാണ് ഈ ഒരു പാൻറ്റ്. സത്യം പറഞ്ഞാൽ ഇതിൽ എനിക്ക് ഒരുപാട് കളർ വാങ്ങണം എന്നുണ്ട്. ബട്ട് ഇപ്പം ഞാൻ ബ്രൗൺ വെച്ച് ഒപ്പിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കുളി പാസ്സാക്കിയതിന് ശേഷം ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പുതിയ പാൻറ്റൊക്കെ വാങ്ങിയതല്ലേ, ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാം ഒരു വിൻറ്റേജ് ഒരു ബ്രൗൺ ലുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ നമ്മൾ മറക്കുകയില്ല ഗൈസ്. മേക്കപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐലൈനറും വെച്ച് കാച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ നമ്മൾ കുറച്ച് വന്ന അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു, സൂപ്പറായിരുന്നു. ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ബിരിയാണിക്ക് തിന്നത്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ കയറ്റാനേ. പിന്നെ ഈവനിങ് ആയി, ചായ കുടിയായി, ഇങ്ങനെയായി, വർത്താനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.